സർക്കാർ അങ്ങനെ ഒരു പീഡനത്തിന് അവസരമുണ്ടാക്കി എന്ന് വേണം വിലയിരുത്താൻ. അതങ്ങനെ വിമർശിക്കാൻ കാരണം വേദിയിലുണ്ടായിരുന്ന സിനിമാ മന്ത്രി പോലും പൂർണ്ണമായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ നിലപാടുകളെ നിരാകരിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് കലാമൂല്യമുള്ള ചിത്രങ്ങളെയാണ് സഹായിച്ചിട്ടുള്ളത്, കഴിവുള്ളവരെയാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, അതിനിയും തുടരും എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ഫ്യൂഡൽ വരേണ്യ ചിന്തകളുടെ പുറന്തോടുകൾക്കുള്ളിൽ അധിവസിക്കുന്ന ഇത്തരം ആളുകളെ ഇതുപോലെയുള്ള ചടങ്ങുകളിൽ, ഇതുപോലെയുള്ള അവസരങ്ങളിൽ ഗവൺമെന്റ് ഇനി ആനയിക്കരുത്, അവരെ ആ അവസരങ്ങളിലേക്ക് കൊണ്ടുവരരുത് എന്ന അഭിപ്രായമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതുജീവിതത്തിലും അതുപോലെ തന്നെ സാംസ്കാരിക മണ്ഡലത്തിലും നടക്കുന്ന ജനാധിപത്യവൽക്കരണത്തെയും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ കാലത്തെ ചലനങ്ങളെയും എത്രത്തോളം അസഹിഷ്ണുതയോടെയും അതുപോലെ തന്നെ അസഹിഷ്ണുതയോടുകൂടി കാണുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ വിഭ്രാന്തി കൂടിയാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇപ്പോൾ സർക്കാരിൻ്റെ ജനപ്രതിനിധികളും മന്ത്രിമാരും ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ ആനുകൂല്യം കൊടുക്കണം എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്യൂഡൽ വരേണ്യ മനോഭാവത്തിൽ നിന്നുകൊണ്ട് ഈ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ എതിർക്കുമ്പോൾ ആ പ്രതിഭയുടെ ഒരാനുകൂല്യത്തിനും ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അർഹനല്ല എന്നാണ് കേരളത്തിന്റെ ഒരു പുരോഗമനപരമായിട്ടുള്ള മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.